എല്ലാവരുടെ ഓണാഘോഷങ്ങളൊക്കെ എവിടം വരിക, എല്ലാവരും നന്നായിട്ട് ഓണമൊക്കെ ആഘോഷിച്ച് അടിച്ച് പൊളിച്ചിരിക്കുകയായിരിക്കും അല്ലേ. ഇപ്പോൾ എല്ലാവരും യാത്രയിലൊക്കെ ആയിരിക്കും. ഓണമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം യാത്രയിലായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഓണമൊക്കെ നല്ല അടിപൊളി ഓണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഓണത്തിന് 2 ദിവസം മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോയതാണ് കേട്ടോ. അപ്പം ഉത്രാടത്തിനല്ല കേട്ടോ പോയത്, അതിന് 2 ദിവസം മുമ്പ് പോയി. കാരണം ഉത്രാടത്തിനൊന്നും അങ്ങോട്ടേക്ക് നമുക്ക് പോകാനേ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പച്ചക്കറിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചു കേട്ടോ. അപ്പോൾ പച്ചക്കറി കടയിൽ പോയിട്ട് അപ്പോഴേ നല്ല ആളാണ് കേട്ടോ. ഞായറാഴ്ച പോയിട്ട് നല്ല ആളാണ് പച്ചക്കറി മേടിക്കാനായിട്ട്, ഭയങ്കര ആളായിരുന്നു. എല്ലാവരും കൂടി ഇടിയിട്ട് പച്ചക്കറി എടുക്കണ പോലെ ആയി പോയിട്ടാണ്. കാരണം എല്ലാവർക്കും നല്ല സാധനങ്ങൾ വേണമല്ലോ. അപ്പോൾ ഓരോരുത്തർ പെട്ടെന്നാണ് കേട്ടോ ഒരു സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങളും അച്ചാറുണ്ടാക്കാനൊക്കെ ആയിട്ടുള്ളതും സാമ്പാറിനും അവിയലിനുള്ളതെല്ലാം പച്ചക്കറിയെല്ലാം എടുത്തു വെച്ചു. പിന്നെ അതിന് പിന്നെ ഓണത്തിന് 2 ദിവസം മുമ്പ് ഞാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചു കേട്ടോ. അച്ചാറുകളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് കിടന്നുകൊണ്ട് പണിയെടുക്കാൻ പറ്റില്ല. ഓണത്തിൻ്റെ അന്ന് പണിയെടുക്കണം, പക്ഷെ എന്നാലും കൂടുതൽ ജോലി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്തു വെച്ചു കേട്ടോ. തേങ്ങയൊക്കെ ചിരകി വെച്ചു. പിന്നെ അച്ചാറെല്ലാം ഇഞ്ചി മാങ്ങ നാരങ്ങ അച്ചാറുകളെല്ലാം ഉണ്ടാക്കി വെച്ചു, എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം ആയപ്പം ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ട് രാത്രി ഒരു 10:30 കേട്ടോ സിനിമയ്ക്ക് പോയത്. അപ്പം പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് 4 മണിക്കാണ് ഓണം കൊള്ളാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം എന്താകും എന്നറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തായാലും വേണ്ടില്ല, പോയി സിനിമ കാണാമെന്ന് വിചാരിച്ചിട്ട് ഉത്രാടത്തിൻ്റെ അന്ന് സിനിമയ്ക്ക് പോയി. 10:30 പോയിട്ട് 2 മണി ആയപ്പോഴാണ് കേട്ടോ തിരിച്ചു വന്ന് വെളുപ്പിന്. പിന്നെ രാവിലെ എണീറ്റ് ഓണം കൊള്ളണ്ടേ, പക്ഷെ ഉറങ്ങിപ്പോയിട്ടോ. പിന്നെ 6:15 ആയപ്പോഴാണ് എൻ്റെത്. പിന്നെ അതിന് ശേഷം ഓണമൊക്കെ കൊണ്ട് പിന്നെ അനുചേട്ടനും മോളും രമ്യ എല്ലാവരും കൂടി പൂക്കളൊക്കെ ഇട്ടു. ഞാൻ പിന്നെ ചവിട്ടി പിടിച്ച് നിന്നും കൊണ്ടുള്ള പാചകമായിരുന്നു കേട്ടോ. എല്ലാം സാമ്പാർ, അവിയൽ, കാളൻ, ഓലൻ, എരിശ്ശേരി, കൂട്ടുകറി എല്ലാം ഉണ്ടാക്കി. പായസം 2 വട്ടം പായസം ഉണ്ടാക്കി. പിന്നെ ഞാനാണെങ്കിൽ അടുക്കളയിൽ നിന്ന് ഓടി പുറത്തേക്ക് വന്ന് ഇവർ പൂക്കളിടുന്നത് വീഡിയോ എടുക്കും, പിന്നെ അടുക്കളയിലേക്ക് പോകും. അങ്ങനെ ഓടി എടുക്കായിരുന്നു കേട്ടോ. ഓടി നടന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ആ ഫുള്ള് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം അടുക്കളയിലും പാചകം ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ടും കൊണ്ട് ഓടിയും കൊണ്ടുള്ള വീഡിയോ എടുക്കലായിരുന്നു കേട്ടോ. പ്രാവശ്യത്തെ പൂക്കളിട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല ഭംഗിയുണ്ടോ? കാരണം മോളാണ് കേട്ടോ ഈ 10 ദിവസവും പൂക്കളിട്ടത്. ഇപ്പം തിരുവോണത്തിൻ്റെ അന്ന് മാത്രമാണ് കേട്ടോ എല്ലാവരും കൂടി ചേർന്ന് പൂക്കളിട്ടുള്ളൂ. അപ്പോൾ 10 ദിവസം കഴിഞ്ഞ് തിരുവോണത്തിൻ്റെ അന്ന് കഴിയുമ്പോൾ മോൾക്ക് വിഷമമായിട്ട് അയ്യോ ഇനി പൂക്കളിടാൻ പറ്റില്ലല്ലോ എന്നുള്ളത്. അവളാണ് എല്ലാ ദിവസവും പൂക്കളിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് കുറച്ച് കൂടുതൽ പൂക്കളിട്ടു കേട്ടോ. അതിനുശേഷം പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും പിന്നെ ഊണ് കഴിക്കേണ്ട സമയമായിട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചത്. കാരണം സിനിമയ്ക്ക് പോയ കാരണം കൊണ്ട് വെളുപ്പിന് എണീറ്റൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അതിനുശേഷം സിനിമയാണെങ്കിലും അടിപൊളി സിനിമയുണ്ട്. ഇത്ര നല്ലൊരു സിനിമ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നല്ല സിനിമയായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഉച്ചയ്ക്ക് ഊണിന് ഗണപതിക്കൊക്കെ വയ്ക്കുകയാണ് കേട്ടോ. ഗണപതിക്കൊക്കെ വെച്ചിട്ട് പിന്നെ പിള്ളേർക്കൊക്കെ ഊണ് കൊടുക്കുകയാണ് കേട്ടോ. ഈ പ്രാവശ്യത്തെ തിരുവോണം എന്ന് പറയുന്നത് മഴ കൊണ്ടുപോയിട്ട് രാവിലെ പിടിച്ച മഴയാണ് കേട്ടോ. തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ അത് തന്നെയല്ല, തലേ ദിവസവും മഴയായിരുന്നു കേട്ടോ. ഉത്രാടത്തിൻ്റെ അന്നും മഴയായിരുന്നു, പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴയായിരുന്നു. തിരുവോണത്തിൻ്റെ അന്നും രാവിലെ മഴയായിരുന്നു, വൈകുന്നേരം വരെ മഴയായിരുന്നു കേട്ടോ. പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള മഴയായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം തിരുവോണത്തിൻ്റെ അന്നിരുന്ന് ഊണ് കഴിച്ചതാണ് കേട്ടോ ഓർമ്മയുള്ളത്. ഈ പ്രാവശ്യത്തെ തിരുവോണം എത്ര പെട്ടെന്ന് ഒരു വർഷങ്ങൾ കഴിഞ്ഞു പോണത്. കഴിഞ്ഞ കൊല്ലം ഇരുന്ന് ഊണ് കഴിച്ച ആ ഒരു ഓർമ്മയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പെട്ടെന്ന് തന്നെയാണ് സമയങ്ങളും ദിവസങ്ങളും എല്ലാം കടന്നു പോണത്. അപ്പോൾ ഗണപതിക്കൊക്കെ വെച്ചതിന് ശേഷം പിള്ളേർക്കൊക്കെ ഉള്ള ഊണ് കൊടുക്കുകയാണ് കേട്ടോ. പിള്ളേർക്കും അമ്മയ്ക്കൊക്കെ ഉള്ള ഊണ് കൊടുക്കുകയാണ്. അതിന് ശേഷം കേട്ടോ ഞങ്ങൾ കഴിച്ചത്. ഊണ് കഴിക്കാറായപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ തളർന്നു കേട്ടോ. പണികളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വയ്യാണ്ടായി. പിന്നെ തലേദിവസം ഉറങ്ങിയിട്ടില്ലല്ലോ. പിന്നെയാണ് ഈ മോനാണെങ്കിൽ നല്ലോണം ഹെൽപ്പ് ചെയ്ത് തന്നു കേട്ടോ. എല്ലാ പാത്രങ്ങളെല്ലാം കഴുകി തന്നു. അത് കാരണം എനിക്ക് ഭയങ്കര ഒരു സഹായമായി. അപ്പോൾ ഊണൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പോയി ഒറ്റ കിടത്താൻ കിടന്നു കേട്ടോ. നന്നായിട്ട് ഉറങ്ങി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണ്.